നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് PSC നടത്തിയ ഡിഗ്രി ലെവൽ 2ാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ ടഫ് ആണെന്നുള്ള ഒപ്പീനിയൻ ആണ് കിട്ടിയത്. എങ്ങനെയുണ്ടായിരുന്നു എഴുതിയ ആൾക്കാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ആൻസർ കീ എന്തായാലും ഒന്ന് പരിശോധിക്കാം. ഇതിന്റെ ആൻസർ കീ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാമേ. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. മെയ് 18, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ ഡിഗ്രി മെയിൻസിന്റെ ബാച്ച് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കോംബോ ബാച്ച് ആണ്. ഫീസ് 2799 മാത്രമേ ഉള്ളൂ. ഡിഗ്രി മെയിൻസിന് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു പരീക്ഷയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടയ്ക്ക് പഠിക്കണം. തിങ്കളാഴ്ച തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒട്ടും വൈകിക്കുന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്സിന് സ്പെഷ്യൽ ഫോക്കസ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ആൻസർ കീയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം മാത്രം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. 1524 വാസ്കോഡഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് തന്നപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് കൃത്യമായിട്ടും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം: ഭാഷാശാസ്ത്ര മേഖലയിലെ ആദിഭാഷ എന്ന കൃതി രചിച്ച വ്യക്തിയുടെ പേരെന്ത്? ആദിഭാഷ രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഡിലനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. ശരി. 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ഫേസിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു. ഇത് 3ഉം ശരിയാണേ. അടുത്ത ചോദ്യം നോക്കാം. 1580 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച 1ാം ജസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നത്? റുഡോൾഫ് അക്വാവിവയും ആന്റണി മോൺസെറാറ്റും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? സി രാജഗോപാലാചാരി. 1922 ഏകപ്രസ്ഥാനം എന്തിലാണ് നടന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നടന്നത്? UP. ഗാന്ധിജിയുടെ വാർധാ സ്കീം പ്രകാരം നൈം താലിം എന്നറിയപ്പെടുന്ന ദേശീയാടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്രസിദ്ധമായ ഒരു ചരിത്രശാസ്ത്ര കൃതി ത്വാബഖാത്ത് അൽ ഉമം എഴുതിയത് ആര്? ഖാദി സ്വായിദ് അൽ അന്തലുസി. 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ്. പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് 1871. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? നിഫെയാണ്. നിഫെ. താഴെ പറയുന്ന വാതകങ്ങളിൽ ഏതാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? മീഥേൻ. ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത് കോണ്ടൂറുകളാണ്. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഗുവാഹത്തി. ഡാഷിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക. വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക. കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് ഏതാണ്? M1. പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? പ്രാഥമിക കമ്മി എന്നാണ് വിളിക്കുന്നത്. മെഹ്ലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഖനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? എയും ബിയും ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നിയമനിർമ്മാണ ഉദ്ദേശത്തെ പ്രവർത്തന നയമാക്കി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിന്റെ പങ്ക് എന്താണ്? നയനിർവഹണം.
വിവരാവകാശ ചട്ടക്കൂടിന്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്? പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തലാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? വിവര അസമമിതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ADSനാണ്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? പീയൂഷ് ഗോയലിനെയാണ്. പീയൂഷ് ഗോയൽ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അരവിന്ദ് പനഗരിയ ചെയർപേഴ്സൺ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം കമ്മീഷൻ രൂപീകരിച്ചു. രണ്ടും. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം ഏതാണ്? മുസിരിസ് ആണ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ONV കുറുപ്പ്. 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ ശില്പി ആരാണ്? കൻവർസൻ ഗുപ്തയാണ്. അടുത്ത ചോദ്യം നോക്കാം. ബാസ്കറ്റ്ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത് ഒരു കഴിവാണ്. ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ലിയാൻഡർ പേസ്. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 കേരള കായിക ദിനം. CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം. കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജ, രാമരാജ ബഹദൂർ. ധർമ്മരാജയിലും അതിന്റെ തുടർച്ചയായ രാമരാജ ബഹദൂറിലും രാജാ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നതില് 1ഉം 2ഉമാണ് ശരി. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. P. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം തിക്കൊടിയൻ എന്നാണ്. കോവിലന്റെ തൂലികാനാമം VV അയ്യപ്പൻ. ഇത് തെറ്റാണ്. 3ാമത്തത്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? മുതുകുളം രാഘവൻ പിള്ളയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ഇവിടെ തന്നിരിക്കുന്നതില് കല്ലിൽ ക്ഷേത്രം. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗവുമായി പൊരുത്തപ്പെടുത്തുക. നോക്കാം. DRAM ഒരു പ്രധാന മെമ്മറിയാണ്. SRAM ക്യാഷ് മെമ്മറിയാണ്. ബയോസ് എന്നത് റോമിൽ സ്ഥിരമായി ശേഖരിച്ചു രജിസ്റ്റർ CPUവിന്റെ പ്രവർത്തന മെമ്മറി. ഓപ്ഷൻ B ആണ് ഉത്തരം. അടുത്ത ചോദ്യം. വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ഉപയോഗിക്കുന്നു? ഗേറ്റ്വേ. ലോഗിൻ ക്രെഡൻഷ്യലുകൾ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിന്റെ പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ പ്രവർത്തനം ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്നത് എന്താണ്? ഫിഷിംഗ് ആണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായും നേടിയെടുക്കുന്നത് എന്ത് വഴിയാണ്? പ്രോസസ് ഷെഡ്യൂളിംഗ്. ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിന്റെ വ്യക്തത ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഏതിനെയെല്ലാമാണ്? 3ഉം. സ്ക്രീൻ റെസല്യൂഷൻ, ഡോട്ട് പിച്ച്, പുതുക്കൽ നിരക്ക്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നവയിൽ ഏതാണ് ശാസ്ത്രം ഒരു ചലനാത്മക പ്രക്രിയയാണെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത്? പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയും. STIP 2020 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ദേശീയ STI നിരീക്ഷണാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ആദ്യത്തെ രണ്ട് പ്രസ്താവനകൾ ഇത് STIയുമായി ബന്ധപ്പെട്ട ഡേറ്റയുടെ കേന്ദ്ര ശേഖരമായി പ്രവർത്തിക്കും. ഇത് തെളിവ് അടിസ്ഥാനമാക്കിയുള്ള നയരൂപീകരണത്തെ പിന്തുണയ്ക്കും. ഇന്ത്യയിലെ വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? മഴയുടെ സ്ഥലപരവും ഋതുപരവുമായ വിതരണത്തിലെ അസമത്വം ജലക്ഷാമത്തിന് കാരണമാകുന്നു. ഭൂഗർഭ ജലത്തിന്റെ അമിതമായ ചൂഷണം ഇന്ത്യയുടെ ജലക്ഷാമം വഷളാക്കി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക. പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പൊതുജനാരോഗ്യ സംരക്ഷണം ആരോഗ്യ സേവനങ്ങളുടെ തുല്യമായ വിതരണം പ്രോത്സാഹിപ്പിക്കുന്നു. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു പ്രധാന തത്വമാണ് സമൂഹ പങ്കാളിത്തം. ഇത് രണ്ടുമാണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. ഒരു നാലക്ക സംഖ്യയായ 1A4B യുടെയും ഒറ്റ അക്ക സംഖ്യയായ B യുടെയും ഗുണനഫലം 8A2B ആണ്. A എന്ന അക്കത്തിന്റെ മൂല്യം എന്താണ്? ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി 7. 1/2 into 3 plus 1/3 into 4 plus 1/4 into 5 plus 1/5 into 6 etc. plus 1/9 into 10. വാല്യൂ എന്താ? 2/5. ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ 30% മാർക്ക് നേടി. പരീക്ഷ പാസ്സാകാൻ വിദ്യാർത്ഥിക്ക് 10% കൂടുതൽ മാർക്ക് ആവശ്യമാണ്. വിജയ ശതമാനം എത്ര? 33. ഒരാൾ ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അതേ തുക വാർഷികമായി 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്താൽ പലിശ തുകകൾ തമ്മിലുള്ള വ്യത്യാസം നിക്ഷേപിച്ച തുകയുടെ 5% ആയിരിക്കും. കോമ്പൗണ്ട് പലിശ നിരക്ക് എത്രയാണ്? 10%. ഇംഗ്ലീഷ്, സയൻസ് പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് 3:2 എന്ന അനുപാതത്തിലും സയൻസ്, ചരിത്രം എന്നിവ 3:5 എന്ന അനുപാതത്തിലുമാണ്. ശരാശരി മാർക്ക് 25 ആണെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കണ്ടെത്തുക. 30. ഒരു ഗണിത പുരോഗതിയുടെ 6ാമത്തെ പദം 12 ആണെങ്കിൽ ഒരു ഗണിത പുരോഗതിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക എത്രയാണ്? 132 ആണ്. ഒരു മരവസ്തു നിർമ്മിക്കുന്നതിന് ആരം 6ഉം ഉയരം h ഉള്ള ഒരു ഖര സിലിണ്ടറിന്റെ ഓരോ അറ്റത്തു നിന്നും ആരം 6 ഉള്ള അർദ്ധഗോളത്തെ എടുത്ത് ഉപയോഗിച്ചാണ്. വസ്തുവിന്റെ ഉപരിതല വിസ്തീർണം എന്താണ്? 2πrh plus 4πr² ആണ്. അടുത്ത ചോദ്യം. എക്ക് കെട്ടിടത്തിന്റെ ബേസ്മെന്റ് 20 ദിവസം കൊണ്ട് നിർമ്മിക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി 30 ദിവസം കൊണ്ടും സിക്ക് ആ ജോലി 60 ദിവസം കൊണ്ടും ചെയ്യാൻ കഴിയും. ABC എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ബേസ്മെന്റ് നിർമ്മിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 10 ദിവസം. ഒരു കാർ 80 km/മണിക്കൂർ വേഗതയിൽ 120 km സഞ്ചരിക്കുന്നു. അടുത്ത 110 km/മണിക്കൂർ വേഗതയിൽ 110 km സഞ്ചരിക്കുന്നു. അവസാന 90 km 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. കാറിന്റെ ശരാശരി വേഗത എത്രയാണ്? 80 km/മണിക്കൂർ. ക്യൂബ് റൂട്ട് ഓഫ് AB 6th റൂട്ട് ഓഫ് A⁴B⁴. വാല്യൂ എത്രയാ? AB ആണ്. ABDEHIMN. അടുത്ത എന്താ വരുന്നത്? പേര് ST. ഒരു പെൺകുട്ടി A പോയിന്റിൽ നിന്നും ആരംഭിച്ച് 4 മീറ്റർ കിഴക്കും 3 മീറ്റർ വടക്കും 4 മീറ്റർ പടിഞ്ഞാറും 3 മീറ്റർ തെക്കും നടക്കുന്നു. അവൾ ഇപ്പോൾ എവിടെയാണ്? എയിലാണ്. പുസ്തകം, അറിവ്, ഭക്ഷണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഊർജം. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ കിലോബൈറ്റ് ആണ് ഒറ്റയാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാത്ത് = 42, ലോജിക് = 61 ആണെങ്കിൽ ഡേറ്റ എന്താ? 40. എയുടെ സഹോദരൻ D, സിയുടെ മകനാണ് D, സിയുടെ പിതാവാണ് B, ബിയുടെ ആരാണ്? A. ഉത്തരം ചെറുമകനാണ്. ക്രോസിംഗിൽ ഒരു ദിശാസൂചന തൂൺ ഉണ്ടായിരുന്നു. ഒരു അപകടം കാരണം കിഴക്ക് കാണിക്കുന്ന പോയിന്റർ തെക്ക് കാണിക്കുന്ന തരത്തിൽ തൂൺ തിരിഞ്ഞു. പുതിയ പോയിന്റർ അനുസരിച്ച് രമേശ് പടിഞ്ഞാറോട്ട് പോയി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഏത് ദിശയിലാണ് സഞ്ചരിച്ചത്? തെക്ക്. 2026 ഓഗസ്റ്റ് 15 തിങ്കളാഴ്ചയാണെങ്കിൽ 2026 ഡിസംബർ 25 ഏത് ദിവസം? ഞായർ. 61:23 ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. 14:9 127:18. ഇതിന്റെ യൂണിറ്റ് സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 6. 112, 115, 125, 140. അടുത്തത് എന്താ വരുന്നത്? 166 ആണ്. അടുത്ത ഇംഗ്ലീഷ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്.
പ്ലീസ് ഫോർവേഡ് ദ സൈൻഡ് എഗ്രിമെന്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. എന്ത് ടൈപ്പ് സെന്റൻസ് ആയത്? ഇംപറേറ്റീവ് ആണ്. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഷീ സബ്മിറ്റഡ് ഡാഷ് ഡീറ്റെയിൽ പ്രപ്പോസൽ ഫോർ കരിക്കുലം റിഫോം. ഉത്തരം എ. Choose the correct verb form. Every member of the review committee dash required to sign the attendance sheet. ഉത്തരം is ആണ്. Choose the correct question tag. Most candidates attended the orientation session. എന്താ question tag വരുന്നത്? Didn't they? Identify the correct sentence. ഉത്തരം the officer avoided answering the query directly. Fill in the blank with the suitable tense of the verb in bracket. I dash to a movie yesterday. Yesterday വരുമ്പോൾ simple past tense ആണ്. Option A ആണ് ഉത്തരം. Went. Choose the correct option. If it rained, we dash postpone the match. V2 വന്നാൽ would, should, could, might plus V1. ഏതാ വരേണ്ടത്? ഓപ്ഷൻ സി would ആണ് വരേണ്ടത്. Choose a suitable preposition to fill the blank. This text is usually prescribed dash the undergraduate level. ഉത്തരം at. Which degree of comparison does the adjective good denote in this sentence? This watch is not as good as that one. ഉത്തരം പോസിറ്റീവ് ആണ്. Complete the sentence choosing the suitable word. No sooner did I get into the bus dash it began to rain. ഉത്തരം than ആണ്. than. Pick out the antonym of the underlined word. The thief's response was impulsive rather than thoughtful. Impulsiveന്റെ opposite എന്തുവാ? Deliberate. Fill up using the appropriate word from the bracket. A dash of lions was sitting on the rock. Lion pride ആണ്. Pride of lion. Fill up the blank with the correct phrasal verb. The teacher asked the students to dash the assignment before Friday. ഉത്തരം hand in ആണ്. Replace the word underlined with its synonym. The student was diligent in his studies. അതിന്റെ synonym ആണ് ചോദിച്ചിരിക്കുന്നത്. Hardworking. Pick out the correct prefix to get the opposite of the word organize. Organizeന്റെ prefix എന്താണ് വരേണ്ടത്? ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് disorganize ആണ്. Which word means having practical knowledge or skill? One word എന്താ? Ingenious. What does the idiom to bell the cat mean? പൂച്ചയ്ക്ക് മണി കെട്ടുക. To undertake a risky task for the common good. What is the expansion of UNESCO? United Nations Educational, Scientific and Cultural Organization. What is the one word substitute for one who walks in sleep? പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ്. സോമനാബുലിസം. സോമനാബുലിസ്റ്റ്. What does vox populi means? Voice of people ആണ്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ആണ്. ഓപ്ഷൻ ബി. അടുത്ത മലയാളം. നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? മേഘം. ഏറ്റവും ശരിയായ വാക്യം ഏത്? ഒരു ശതാബ്ദമായി, ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. Your presence is requested at the annual general meeting. ഉചിതമായ പരിഭാഷ എന്താണ്? വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. അലംഘനീയം എന്ന ഒറ്റ പദത്തിന്റെ അർത്ഥം എന്ത്? ലംഘിക്കാനാകാത്ത. കൂട്ടത്തിൽ പെടാത്ത ചൊല്ല് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട എന്നതാണ്. ആഖ്യാന ഭേദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? ആഖ്യാനത്തിന്റെ ഭേദം. അമ്പ് എന്ന വാക്കിന്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദമേതാ? തുണീരം. മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? മരം പ്ലസ് എ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ ശരിയായത് വഞ്ചകൻ വഞ്ചകി, യശസ്വി യശസ്വിനി എന്നതാണ്. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ ചേരാത്ത പദം അധ്യാപകർ എന്നതാണ്. ബാക്കിയെല്ലാം എന്താണ്? പൂജക ബഹുവചനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളാം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നതും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ ബാച്ച് മെയ് 18 സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ് ആ ഒരു മൈൻഡിൽ ഇരിക്കരുത്. മെയിൻസ് ആണ് ശരിയായ കടമ്പ. അപ്പോൾ മെയിൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങിക്കോളാം. ഇപ്പൊ തന്നെ തുടങ്ങാം. സമയം ഒട്ടും വൈകരുത്. നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു പരിമിത സമയത്ത് നിന്നുകൊണ്ട് തന്നെ സിലബസ് ഫുള്ളായിട്ട് തന്നെ തീർക്കണം. സ്പെഷ്യൽ ഫോക്കസ് സ്പെഷ്യൽ ടോപ്പിക്സിനും കൊടുക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാൻ വേണ്ടി നോക്കണേ. താങ്ക് യു.